ഇറാനുമായി ബന്ധപ്പെട്ട് ചില വാർത്തകളുണ്ടെന്ന് നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ഒന്നും പറഞ്ഞില്ല പിന്നെ അതിനെക്കുറിച്ച്. വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ മരണവുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. തുടക്കം മുതലേ ഒരു സംശയം ഉണ്ടായിരുന്നു, ഇസ്രയേലാണോ ഇദ്ദേഹത്തെ കൊലപ്പെടുത്തിയത്. അന്ന് അപകടമരണമാണ്. അദ്ദേഹം കിഴക്കൻ അസർബൈജാനിലെ ഡലാസി ഡാം ഉദ്ഘാടനം കഴിഞ്ഞിട്ട് തബ്രിസിലേക്ക് ഹെലികോപ്റ്ററിൽ പോവുകയായിരുന്നു. അതായത് രജിസ്ട്രേഷൻ നമ്പർ 6/9207 എന്ന് പറയുന്ന ബെൽ 212 എന്ന് പറയുന്ന ഹെലികോപ്റ്ററിലായിരുന്നു ഇറാൻ പ്രസിഡന്റ് യാത്ര ചെയ്തിരുന്നത്. ഇത് 2000 വാങ്ങിയ ഹെലികോപ്റ്ററാണ്. അപ്പോൾ എന്നൊക്കെ പറഞ്ഞിരുന്നത് ഇറാന് ഈ ഉപരോധമുണ്ടല്ലോ, അമേരിക്കയുടെ സാങ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഉപരോധങ്ങൾ. ഒരു വിചിത്രമായ പദമാണ്. സാങ്ഷൻ എന്ന് പറഞ്ഞാൽ അനുമതി എന്നാണ്, പക്ഷേ ഉപരോധത്തിനാണ് സാങ്ഷൻ എന്ന് പറയുന്നത്. ഉപരോധം ഉള്ളതുകൊണ്ട് പല രാജ്യങ്ങളിൽ നിന്നും ഇറാന് ആയുധങ്ങളും വിമാനങ്ങളും സ്പെയർ പാർട്സുകളും വാങ്ങാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഈ ബെൽ 212 എന്ന് പറഞ്ഞാൽ 24 വർഷം പഴക്കമുള്ള ഹെലികോപ്റ്ററാണ്. പ്രസിഡന്റ് സഞ്ചരിക്കുന്നത്. അതിന് ആധുനികമായ നന്നാക്കലും നവീകരണങ്ങളും സ്പെയർ പാർട്സും ഒന്നും ഇല്ലാത്തതുകൊണ്ട് ലോക്കൽ സാധനമൊക്കെ സ്കൂട്ടറിൻ്റെ സ്ക്രൂ ഒക്കെ വെച്ചിട്ടാണ് ഓടിക്കുന്നത്, ഓട്ടോറിക്ഷയുടെയൊക്കെ എന്ന് പറയുന്നത് പോലെ. എന്നാലും അഹങ്കാരത്തിൻ്റെ കുറവില്ല. അവിടെയുള്ള പെണ്ണുങ്ങളൊക്കെ പിടിച്ചിരിക്കുക. മറ്റേ ആ പെൺകുട്ടിയില്ലേ മുടി പുറത്ത് കഴിഞ്ഞ അമ്നി, കൂട്ടത്തിനടിച്ചാൽ കൊന്നത്. സമരം ചെയ്ത 200ഓളം സ്ത്രീകളെ കൊന്നു, കണ്ണൊക്കെ ചൂഴ്ന്നെടുത്ത് കൊന്നു. അങ്ങനെയൊക്കെയാണ് അവിടെ. ഈ ഒന്നുമില്ല, എന്നാൽ അഹങ്കാരത്തിനും മതത്തിൻ്റെ അഹങ്കാരത്തൊക്കെ ഒരു കുറവുമില്ലാത്ത മതഭീകരതയുള്ള രാജ്യമാണ് ഇറാൻ. നമ്മളുമായിട്ട് ഇന്ത്യയായിട്ട് വലിയ സൗഹാർദ്ദമാണ്. കാരണം പാകിസ്ഥാൻ്റെ ശത്രുവാണ്. അതുകൊണ്ട് ശത്രു മിത്രമാണെന്നുള്ളതുകൊണ്ട് ഇന്ത്യയുടെ സൗഹൃദമാണ്. നമുക്കൊരു തുറമുഖമൊക്കെ തന്നു. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പാകിസ്ഥാനോട് വെടിവെപ്പൊക്കെ നടത്തി അവർ ആഘോഷിക്കാറൊക്കെ ഉണ്ട്. നല്ല കാര്യം, അത് തുടരട്ടെ. ഏതായാലും ഈ ഹെലികോപ്റ്റർ തകർന്നതിന് കാരണമായിട്ട് പറയുന്നത് 3 ഹെലികോപ്റ്ററുകളുണ്ടായിരുന്നു ഒരുമിച്ച് പോകുന്ന വഴിക്ക്. ഈ ഹെലികോപ്റ്റർ മേഘത്തിൽപ്പെട്ടു, ഒരു മലയിൽ ഇടിച്ച് തകർന്നു എന്നാണ് പറയുന്നത്. ഹെലികോപ്റ്റർ തകർന്നതിന് ശേഷം അപ്പോൾ ഈ ഹെലികോപ്റ്ററിനെ കാണാതായപ്പോൾ മറ്റൊരു ഹെലികോപ്റ്റർ തൊട്ടടുത്തൊരു സ്ഥലത്ത് ലാൻഡ് ചെയ്തിട്ട് വയർലെസ്സിൽ വിളിച്ചു. കമ്മ്യൂണിക്കേഷനിൽ വിളിച്ചപ്പോഴത്തേക്ക് അതിലൊരു ക്രൂവിൽ ഒരാളെ കിട്ടി. ഞാനുണ്ട്, എന്താ പറ്റിയെന്ന് അറിയത്തില്ല, എന്താ സംഭവിച്ചെന്ന് അറിയത്തില്ല, ഞാൻ മാത്രമേ ജീവനോടെ ഉള്ളൂ എന്ന് പറയുന്ന അയാളുടെ ലാസ്റ്റ് മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം അവിടെ റെസ്ക്യൂ ഓപ്പറേഷൻ നടത്തി. പിന്നെ ചെല്ലുമ്പോൾ ഇയാളെ കിട്ടിയിട്ടില്ല, ഇയാൾ മരിച്ചുപോയി. അപ്പോൾ ലാസ്റ്റ് കേട്ട ശബ്ദം അതാണ്. അത് ഒഫീഷ്യലി കൺഫേം ചെയ്തിട്ടുണ്ട്, വാർത്തകളിലൊക്കെ ആ സമയത്ത് വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ ഇത് വിവാദമാവുന്നത് ലെബനോണിൽ ഹിസ്ബുള്ളക്കെതിരെ ഇസ്രയേൽ നടത്തിയ പേജർ ആക്രമണത്തെ തുടർന്നാണ്. പേജർ പൊട്ടിത്തെറിച്ച് 10,000-ഓളം ആളുകൾക്ക് പരിക്കേറ്റി, ഏതാണ്ട് 1000-നടുത്ത് ആളുകൾ മരിച്ചു. നമ്മുടെയൊക്കെ പത്രങ്ങളിൽ ഇത്രയേ വന്നിട്ടുള്ളൂ. പക്ഷേ ഇപ്പോൾ നടന്നു കഴിഞ്ഞ ദിവസം. ഇത് വന്ന ഉടനെ ഇറാനിലെ ഒരു MP, ഭരണകക്ഷി MP-യാണ് അഹമ്മദ് ഷായേഷ് ആർദ്രേസ്റ്റാൻ. ഇദ്ദേഹം ഒരു വെളിപ്പെടുത്തലുമായിട്ട് വന്നിരിക്കുന്നത് ഇറാനിലെ പത്രങ്ങളിൽ വലിയ വാർത്തയാണ്. അദ്ദേഹം പറയുന്നത് ഇബ്രാഹിം റൈസിയുടെ പക്കലും ഒരു പേജർ ഉണ്ടായിരുന്നു. അത് ഈ ബാച്ചിനൊപ്പം ഇറാനിൽ ഈ ഹിസ്ബുള്ളയിൽ പൊട്ടിത്തെറിച്ച പേജർ ഒക്കെ ഹിസ്ബുള്ള ഉപയോഗിക്കാൻ തുടങ്ങിയ സമയത്ത് തന്നെയാണ് ഇറാനിലും പേജർ ഉപയോഗിക്കാൻ തുടങ്ങിയത്. കാരണം GPS ഇല്ല, ഇൻ്റർനെറ്റ് ഇല്ല, ഒന്നും ഇല്ലാത്തതുകൊണ്ട് അത് ഹാക്ക് ചെയ്യാനും ട്രേസ് ചെയ്യാനും പറ്റാത്ത സാധനമാണ് പേജർ എന്നുള്ള കണക്കുകൂട്ടലാണ്. ഇറാനും ഈ പേജർ വാങ്ങിച്ചു, ഹിസ്ബുള്ളയും പേജർ വാങ്ങിച്ചു. അപ്പോൾ അങ്ങനെ യാത്ര പോകുമ്പോഴും ഇബ്രാഹിം റൈസിയുടെ പക്കൽ എന്തുണ്ടായിരുന്നു? പേജർ ഉണ്ടായിരുന്നു. പേജർ മാത്രമല്ലല്ലോ ഈ ഹിസ്ബുള്ളയുടെ കയ്യിൽ പൊട്ടിത്തെറിച്ചത്. പേജർ പൊട്ടിത്തെറിച്ചവരുടെ ശവസംസ്കാരം നടക്കുമ്പോൾ വാക്കി ടോക്കി, നമ്മൾ പറഞ്ഞു ജപ്പാൻ നിർമ്മിതമായ വാക്കി ടോക്കിയാണ്, പക്ഷേ ജപ്പാൻ ഇപ്പോൾ അതിൻ്റെ പ്രൊഡക്ഷൻ നടത്തുന്നില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. നമ്മുടെ ഒരു മാധ്യമങ്ങളിലും ആ വാർത്തയൊന്നും വന്നിട്ടില്ല. അത്തരം വയർലെസ് സെറ്റുകളും പ്രസിഡന്റ് പോകുന്ന ഹെലികോപ്റ്ററിലുള്ള ഭടന്മാരുടെ കയ്യിലുണ്ട്. ഒരു പക്ഷേ ലെബനോണിൽ പൊട്ടിയതുപോലെ പേജർ അല്ലെങ്കിൽ വാക്കി ടോക്കി പൊട്ടിത്തെറിച്ചാലും ഹെലികോപ്റ്റർ തകരും, സാധ്യത തള്ളിക്കളയാൻ. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന അഹമ്മദ് ഷയാസ് ആർദ്രേസ്റ്റാൻ ഒരു MP-യാണ്, ഭരണകക്ഷി MP-യാണ്. അയാളാണ് പറയുന്നത്. അപ്പോൾ അതൊന്നും അതിൻ്റെ ഗൗരവമുണ്ട്. നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഈ റൈസി കൊല്ലപ്പെട്ടതിന് ശേഷമാണ് പെഷസ്ക്യാൻ എന്ന് പറഞ്ഞ പുതിയ പ്രസിഡന്റ് തിരഞ്ഞെടുക്കപ്പെട്ടത്. റൈസി കൊല്ലപ്പെട്ടു, അദ്ദേഹത്തിൻ്റെ ശവമടക്കം കഴിഞ്ഞു, പുതിയ പ്രസിഡന്റിനെ തിരഞ്ഞെടുത്തു, അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തു. ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിന് ഹമാസിൻ്റെ തലവൻ ചെയ്യുന്നു. ഹമാസിൻ്റെ തലവൻ അവിടെ ചെല്ലുമെന്ന് കൃത്യമായി ഇസ്രായേലിൽ അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഗസ്റ്റ് ഹൗസിൽ, VVP ഗസ്റ്റ് ഹൗസിൽ അദ്ദേഹം താമസിക്കവേ അദ്ദേഹത്തിൻ്റെ കിടക്കടിയിൽ നിന്ന് ബോംബ് പൊട്ടി ഹമാസിൻ്റെ തലവൻ ഇറാനിൽ വെച്ച് കൊല്ലുന്നു. ഇറാനിൻ്റെ പുതിയ പ്രസിഡന്റിൻ്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ. ഇറാൻ്റെ പ്രസിഡന്റ് ഉണ്ടായത് പഴയ പ്രസിഡന്റ് മരിച്ചപ്പോൾ. ആ പ്രസിഡന്റ് കൊല്ലപ്പെട്ടത് ഇസ്രായേൽ കൊടുത്ത പേജർ
അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ഓപ്പറേഷൻ വഴി പേജർ അല്ലെങ്കിൽ വാക്കി ടോക്കി പൊട്ടിത്തെറിച്ചാണെന്ന് വരുമ്പോൾ ഇതെല്ലാം കണക്റ്റഡാണ്. ഹനയ്യ എന്ന് പറയുന്ന മീനെ പിടിക്കാൻ വേണ്ടി ആദ്യം ഇറാൻ്റെ പ്രസിഡൻറ്റിനെ തട്ടി, പുതിയ പ്രസിഡന്റ് വരുമ്പോഴത്തേക്ക് സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഇയാൾ വരുമെന്നറിയാം. അവിടെ ബോംബ് വെച്ചു. ആര് ബോംബ് വെച്ചു? ഇറാനിയൻ റിപ്പബ്ലിക്കൻ ഗാർഡ് കാവൽ നിൽക്കുന്ന സുരക്ഷിതമായ സ്ഥലത്താണ് ഈ VVIP ഗസ്റ്റ് ഹൗസ്. അവിടെയാണ് വിദേശത്തു നിന്ന് വരുന്ന വലിയ രാഷ്ട്രത്തലവന്മാരും വലിയ അതിഥികളും താമസിക്കുന്നത്. ആ ഗസ്റ്റ് ഹൗസിൽ ബോംബ് വെക്കണമെങ്കിൽ എവിടെ അയാൾക്ക് മാത്രം നാശം ഉണ്ടാകുന്ന തരത്തിൽ. അപ്പോൾ നോക്കൂ, ഇസ്രായേലിൻ്റെ ഓപ്പറേഷൻസ് എങ്ങനെയാണ്. ഇപ്പോൾ പേജർ ഉപയോഗിക്കുന്ന ആരാണ്? തീവ്രവാദി, ഹിസ്ബുള്ള തീവ്രവാദി. അത് പൊട്ടുമ്പോൾ മരിക്കുന്ന ആരാണ്? അയാൾ മാത്രമാണ്. അല്ലാതെ വലിയൊരു ബോംബ് സ്ഫോടനം നടത്തിയാൽ അതിന് ചുറ്റുമുള്ള ആളൊക്കെ മരിക്കും, നിരപരാധികൾ മരിക്കും. അപ്പോൾ ടാർഗറ്റിനെ മാത്രം ഉന്മൂലനം ചെയ്യുക എന്നുള്ള ലൈൻ വെച്ചിട്ടാണ് ഇസ്രായേലിൻ്റെ വളരെ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള ടാർഗറ്റഡ് ആയിട്ടുള്ള ഓപ്പറേഷൻ. കുറ്റം ചെയ്തവൻ മാറ്റം, കുറ്റവാളി മാത്രം ശിക്ഷിക്കപ്പെട്ടാൽ മതി എന്ന് പറയുന്ന ഒരു മാനവികത അതിനകത്തുണ്ട്. ഓരോ കൊലയിലും ഒരു മാനവികതയുണ്ട്. കുറ്റം ചെയ്തവൻ ശിക്ഷിക്കപ്പെടണം, മറ്റുള്ളവർക്കൊന്നും പറ്റരുത്. അപ്പോൾ ഏതെങ്കിലും ഒരാൾ ഒരു കുട്ടി പേജറെടുത്ത് കളിച്ചിട്ടുണ്ടാവും, ഒരു കുട്ടി മരിച്ചു. അല്ലെങ്കിൽ ആ കുട്ടി ചിലപ്പോൾ അച്ഛൻ്റെ ഒക്കത്തായിരുന്നിരിക്കാം, അച്ഛൻ്റെ പോക്കറ്റിൽ കിടന്നിരിക്കാം എന്ത് പേജർ, അങ്ങനെ സംഭവിക്കാം. അല്ലാതെ നിരപരാധികളായ മനുഷ്യരെ കൊല്ലണമെന്ന് ഈ യുദ്ധത്തിലും ഇസ്രായേൽ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ടാർഗറ്റഡാണ്, കൃത്യമായി പ്രസിഷനുണ്ട്, ആരെ ടാർഗറ്റ് ചെയ്യണമെന്നുള്ള പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഈ അതിസുരക്ഷാ ബിൽഡിങ്ങിൽ ബോംബ് വന്നത്? ഇറാനിയൻ റിപ്പബ്ലിക്കൻ ഗാർഡുകൾ കാവൽ നിൽക്കുന്ന കെട്ടിടം. അതിപ്പോൾ ഇറാനിലെ വലിയ പ്രശ്നമാണ്. കാരണം ഏറ്റവും പുതിയ വാർത്ത ഇറാനിൽ നിന്ന് വരുന്നത് രണ്ട് വിവരങ്ങളാണ്. ഒന്ന്, ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നു കംപ്ലീറ്റ് കമ്മ്യൂണിക്കേഷൻ എക്യുപ്മെൻറ്റ്സ് ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. കമ്മ്യൂണിക്കേഷൻ ഉപകരണം, വയർലെസ് വേണ്ട, വാക്കി ടോക്കി വേണ്ട, ഒന്നും വേണ്ട. എന്നിട്ട് അത് മുഴുവൻ സർക്കാർ തിരിച്ചു വിളിച്ചിട്ട് ഓരോന്നും എടുത്ത് സൂക്ഷ്മ പരിശോധന നടത്തുകയാണ്. അപ്പോൾ ഇറാനിലെ പത്രങ്ങൾ പറയുന്നത് ഇതിനകത്ത് പേടിക്കാനൊന്നും കാണത്തില്ല. കാരണം ഇറാൻ്റെ സൈന്യവും പോലീസും ഒക്കെ ഉപയോഗിക്കുന്ന വാക്കി ടോക്കി തുടങ്ങിയ കമ്മ്യൂണിക്കേഷൻ എക്യുപ്മെൻറ്റ്സ് മുഴുവൻ റഷ്യയിൽ നിന്നും ചൈനയിൽ നിന്നും മേടിച്ചതാണ്. അതുകൊണ്ട് ഇതിനകത്ത് കുഴപ്പം ഉണ്ടാവത്തില്ല എന്ന് അവർ പ്രതീക്ഷിക്കുകയാണ്. എന്നാലും മുഴുവൻ തിരിച്ചു വിളിച്ചു. നോക്കൂ, ഒരു രാജ്യത്തെ പോലീസിൻ്റെയും സൈന്യത്തിൻ്റെയും കയ്യിലുള്ള മുഴുവൻ വാർത്താവിനിമയ ഉപകരണങ്ങളും സർക്കാർ തിരിച്ചു വിളിച്ചിരിക്കുക. എത്രമാത്രം ഭയമുണ്ട്. അതെ. അപ്പോൾ ഈ ഭയം സർക്കാർ ഇങ്ങനെ തിരിച്ചു വിളിച്ചു, ആ കമ്മ്യൂണിക്കേഷൻ ഉപകരണങ്ങൾ മുഴുവൻ തിരിച്ചു വിളിച്ചു എന്ന് അറിയുന്ന ജനങ്ങളുടെ ഭയം അവരും അവരുടെ മൊബൈലും ഒക്കെ എടുത്ത് കൂട്ടിക്കളഞ്ഞ് കാണും. അപ്പം ലെബനോണിൽ മാത്രമല്ല, ഇസ്രായേലിലും വലിയ ഒരു സൈക്കോളജിക്കൽ വാർ പോലെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, കമ്മ്യൂണിക്കേഷൻസ് ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ ആളുകൾക്ക് ഭയമാണ്. അപ്പോൾ ഈ പനി പോലെ ലെബനോണിൽ നിന്ന് ഈ ഭയത്തിൻ്റെ പനി ഇറാനിലേക്ക് വ്യാപിച്ചിരിക്കുന്നു. ഇറാനിൽ ഇപ്പോൾ ലെബനോണിലെ ആളുകൾ ഫ്രിഡ്ജ് വരെ എടുത്ത് തോട്ടിക്കളഞ്ഞു എന്ന് പറയുന്നത്. കാരണം എന്ത് സാധനം പൊട്ടിത്തെറിക്കുന്ന അറിയാമോ, എല്ലാ സാധനവും പൊട്ടുവാണ്. അതുകൊണ്ട് ഈ ഒന്നും ഉപയോഗിക്കുന്നില്ല എന്ന് ലെബനീസ് ആളുകൾ തീരുമാനിച്ചു. നെതന്യാഹു പറഞ്ഞു, ഞങ്ങളോട് യുദ്ധം ചെയ്താൽ നിങ്ങളെ ഞങ്ങൾ ശിലായുഗത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് നെതന്യാഹു പറഞ്ഞതാണ്. ഏതാണ്ട് അത് ലിറ്ററലി നടപ്പാക്കുന്ന പോലെ സംഭവിച്ചിരിക്കുക. അപ്പം ലെബനോണിൽ നിന്ന് ഈ ഭയം ഇസ്രായേലിനെ ഗ്രസിച്ചിരിക്കുന്നു. അവിടുത്തെ സൈന്യത്തിൻ്റെയും അർദ്ധസൈന്യത്തിൻ്റെയും പോലീസിൻ്റെയൊക്കെ കമ്മ്യൂണിക്കേഷൻ എക്യുപ്മെൻറ്റ്സ് സർക്കാർ എടുത്ത് പരിശോധന തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ വേറെ കാര്യമുണ്ട്, ഇപ്പോൾ വളരെ വൾണറബിൾ ആയിട്ടുള്ള കണ്ടീഷനിൽ നിൽക്കുകയാണ് ആര്? ഇറാനിലെ സൈന്യവും പോലീസും ഒക്കെ. അവരുടെ കമ്മ്യൂണിക്കേഷനിലുള്ള നെറ്റ്വർക്കിൽ ഇപ്പോൾ ഒരു അടി കൊടുത്താൽ അടി ഇരുപ്പതായിരിക്കും. ഇസ്രായേൽ ഇത് മനസ്സിലാക്കുന്നുണ്ടായിരിക്കും. പക്ഷേ ഇറാനുമായിട്ട് നേരിട്ടൊരു യുദ്ധം ഇസ്രായേൽ ഉടനെ നടത്തുമെന്ന് അറിയില്ല. അതിന് അമേരിക്ക കൂടെ സമ്മതിക്കണം. അല്ലെങ്കിൽ ഇറാനെ ആക്രമിക്കാനുള്ള ഏറ്റവും ആപ്റ്റ് ടൈം ഇതാണ്. കാരണം ഒരു കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കും ഇല്ല. എല്ലാം കടലാസിൽ എഴുതി ഹമാസ് ചെയ്യുന്ന പോലെ കടലാസിൽ എഴുതി കത്ത് കൊടുത്തുവിടുക. ഈ പ്രാവിൻ്റെ കൊടുത്തയക്കുന്ന ലെബനോണിൽ ഇനി പ്രാവ് പൊട്ടിത്തെറിക്കുന്ന എപ്പോഴാണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഏതായാലും ഇതിലും അതീവ ഗൗരവമുള്ളൊരു സംഭവം ഇപ്പം ഇറാൻ അന്വേഷിക്കുന്നു എന്നാണ് ഇൻ്റർനാഷണൽ വാർത്താ ഏജൻസികൾ പറയുന്നത്. അതായത് ഇറാന് അവരുടെ എലീറ്റ് ഗാർഡുകളായ ഇറാനിയൻ റിപ്പബ്ലിക്കൻ ഗാർഡ്സിന് സംശയം അവരിൽ ഇസ്രയേലി ചാരന്മാർ നുഴഞ്ഞു കയറിയിട്ടുണ്ടോ എന്നാണ് സംശയം. കാരണം ഹനയ്യയുടെ കൊലപാതകം ഉണ്ടല്ലോ, അതീവ സുരക്ഷയുള്ള ഇറാനിയൻ റിപ്പബ്ലിക്കൻ ഗാർഡ്സ് കാവൽ നിൽക്കുന്ന ആ കെട്ടിടത്തിൽ ഇദ്ദേഹം വന്നാൽ താമസിക്കുന്ന ഉറപ്പുള്ള മുറിയിൽ ബെഡിനടിയിൽ ബോംബ് വെക്കണമെങ്കിൽ അകത്തുനിന്നുള്ള സഹായമില്ലാതെ പറ്റത്തില്ല. അതുകൊണ്ട് ഇറാനിയൻ റിപ്പബ്ലിക്കൻ ഗാർഡ്സിൻ്റെ ബാങ്ക് അക്കൗണ്ടുകൾ സർക്കാർ പരിശോധിക്കുകയാണ്. ഓരോ സൈന്യത്തിൽപ്പെട്ട ഓരോ ആൾക്കാരും ബാങ്ക് അക്കൗണ്ട്, ശമ്പളം എത്രയുണ്ട്, അയാളുടെ ഭാര്യയുടെ ബാങ്ക് അക്കൗണ്ട്, ബന്ധുക്കളുടെ ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിക്കുന്നു. ഇറാന് പുറത്തവർക്ക് അക്കൗണ്ടുകളുണ്ടോ എന്ന് പരിശോധിക്കുന്നു. രണ്ടാമത് ഇവരുടെ ബന്ധുക്കളും ഏതെല്ലാം രാജ്യങ്ങളിലേക്ക് വിദേശയാത്ര നടത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നു. അപ്പോൾ നോക്കൂ, സർക്കാരിന് അവിടുത്തെ ഏറ്റവും എലീറ്റായിട്ടുള്ള റിപ്പബ്ലിക്കൻ ഗാർഡ്സ് എന്ന് പറയുന്ന സേനയോട്
സംശയം. അപ്പോൾ ഇറാൻ്റെ അവസ്ഥ എന്താണെന്ന് മനസ്സിലായില്ലേ? സ്വന്തം സേനയെ സംശയിക്കുകയാണ് ഇവിടുത്തെ സർക്കാർ. അത് ആ സേനയ്ക്കുണ്ടാക്കുന്ന ഈ നമ്മുടെ പിണറായി പറയുന്ന പോലെ പോലീസിൻ്റെ മനോവീര്യം ചോർത്തു എന്ന് പറയുന്ന പോലെ തങ്ങളെ സർക്കാർ സംശയിക്കുന്നു പറയുമ്പോഴത്തേക്ക് ആ സേനയ്ക്കുണ്ടാകുന്ന മനോവീര്യത്തിൻ്റെ ഒരു തകർച്ചയുണ്ട്. അപ്പോൾ ഇറാൻ അതീവ സമ്മർദ്ദത്തിലാണ്. കാരണം നിരന്തരം അപമാനിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇറാൻ നിലനിൽപ്പിന് വേണ്ടി സ്വന്തം കൂടെ നിൽക്കുന്ന, തങ്ങൾക്ക് കാവൽ നിൽക്കുന്ന റിപ്പബ്ലിക്കൻ ഗാർഡിനെ വരെ സംശയിക്കുന്നു. അപ്പോൾ ഇറാനെ സംബന്ധിച്ച് ഇസ്രയേൽ നേരിട്ടൊരാക്രമണം കൊടുക്കുന്നില്ലെങ്കിലും മാനസികമായി വല്ലാതെ ഇറാനെ തളർത്തിയിരിക്കുന്നു ഇസ്രയേൽ എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഏതായാലും ഇറാൻ്റെ പ്രസിഡന്റ് കൊല്ലപ്പെട്ടതിന് പിന്നിൽ ഇസ്രയേലാണ് എന്ന് പതുക്കെ പതുക്കെ തെളിഞ്ഞു വരികയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.